എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 45-ാമത്തെ സർഗത്തിൽ 23 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോണത്. 29-ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ ഒരു വരി കൂട്ടി പറയുമ്പോൾ, അതായത് 29-ാമത്തെ ശ്ലോകത്തിൻ്റെ 1-ാമത്തെ വരിയുടെ അർത്ഥം മാത്രമേ കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുള്ളൂ. അടുത്ത വരിയുടെ അർത്ഥം അടുത്ത ശ്ലോകത്തിലേക്കാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ കഥ, ദേവന്മാരും ദൈത്യന്മാരും കൂടിയിട്ട് സമുദ്രമഥനം ആരംഭിച്ചു എന്നും, അങ്ങനെ ആദ്യം വാസുകി വിഷം ഛർദ്ദിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം മഥനത്തിൻ്റെ ഫലമായിട്ട് ആദ്യമായിട്ട് ഹാലാഹലം എന്നു പേരുള്ള വിഷം കടലിൽ നിന്ന്, പാലാഴിയിൽ നിന്ന് ഉദ്ഭവിച്ചു എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ ദേവന്മാരും ദൈത്യന്മാരും ശ്രീപരമേശ്വരനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഭഗവാൻ മഹാവിഷ്ണുവും ശ്രീപരമേശ്വരനും ഒരുമിച്ച് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. എന്നിട്ട് എന്താണ് ഉണ്ടായത് നോക്കാം. ഉവാചൈനം സ്മിതം കൃത്വാ രുദ്രം ശൂലധരം ഹരി ദേവതൈർമധ്യമാനേതു യത്പൂർവം സമുപസ്ഥിതം. അടുത്ത ശ്ലോകം കൂടി പറയാം. തത്വദീയം സുരശ്രേഷ്ഠ സുരാണാമഗ്രതോ ഹി യത് അഗ്രപൂജാമിഹ സ്ഥിത്വാ ഗൃഹാണേദം വിഷം പ്രഭോ. ഉവാച ഏനം രുദ്രം, ശൂലധരം രുദ്രം, ശൂലം ധരിച്ചു നിൽക്കുന്നവനായ, ശൂലിയാണല്ലോ, ത്രിശൂലം കയ്യിലുണ്ട്, അങ്ങനെയുള്ള ശ്രീപരമേശ്വരനോട് ഹരി ഉവാച, ഭഗവാൻ മഹാവിഷ്ണു ഇപ്രകാരം പറഞ്ഞു. രൗദ്രം എന്നൊരു പാഠവും കാണാനുണ്ട്, രുദ്രം എന്നുള്ള പാഠവും കാണാനുണ്ട്. കുറച്ചുകൂടിയും രുദ്രം എന്ന് പറഞ്ഞാലാണല്ലോ, രുദ്രൻ എന്ന് പറഞ്ഞാലാണ് ശിവൻ എന്നുള്ള അർത്ഥം കിട്ടുന്നത്. രൗദ്രം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാവമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് രുദ്രം എന്ന പാഠമാണ് ഞാൻ എടുത്തത്. അങ്ങനെ രുദ്രനോട് ഭഗവാൻ മഹാവിഷ്ണു ഇപ്രകാരം പറഞ്ഞു. എന്താണ്? ദേവതൈഹി മധ്യമാനേതു, ദേവന്മാര് മഥനം ചെയ്തപ്പോൾ, ഈ പാലാഴി കടയാണല്ലോ ചെയ്തത്, അങ്ങനെ കടഞ്ഞപ്പോൾ ആദ്യമായിട്ട് യത് പൂർവം സമുപസ്ഥിതം, ആദ്യമായിട്ട് ഉണ്ടായി വന്നതാണ്, ഇവരുടെ അടുത്തേക്ക് കടലിൽ നിന്ന് ഉണ്ടായി വന്ന സാധനമാണ് ഈ ഹാലാഹലം എന്നു പേരുള്ള വിഷം. തത് ത്വദീയം സുരശ്രേഷ്ഠ സുരാണാം അഗ്രതോഹിയത്, അങ്ങ് ആരാണ്? സുരാണാം അഗ്രതഃ, ദേവന്മാരിൽ വെച്ച് ആദ്യം ജനിച്ചവനാണ്, മുൻപനാണ്. അപ്പോൾ ആ ഒരു ഹാലാഹലം എന്ന് പറഞ്ഞ സമുദ്രം കടഞ്ഞിട്ടുണ്ടായതായ ആദ്യത്തെ വസ്തു അങ്ങയ്ക്കായിട്ട് സമർപ്പിക്കുകയാണ് എന്നാണ് പറയണത്. അതാണ് തത് ത്വദീയം, ആ ഹാലാഹല വിഷം അങ്ങയുടേതാണ്. അതിന് കാരണം പറയണത് ഇതാണ്. സുരാണാം അഗ്രതഃ, അങ്ങ് സുരന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണല്ലോ, ഏറ്റവും മുൻപനാണല്ലോ, അതുകൊണ്ട് ഈ വിഷം അങ്ങ് സ്വീകരിക്കണം. ഏത് രീതിയിൽ? അഗ്രപൂജാമിഹ സ്ഥിത്വ, അഗ്രപൂജയാണ് എന്ന് കരുതിയിട്ട്, അങ്ങയ്ക്ക്, അതായത് അഗ്രന്മാർക്ക് നൽകുന്ന പൂജ, ഏറ്റവും മുൻപന്മാർക്ക് നൽകുന്ന പൂജ, ആ പൂജയാണ് എന്ന് വിചാരിച്ചിട്ട് ആദ്യം കിട്ടിയ വസ്തുവിനെ കൊണ്ട് ആദ്യം തന്നെ പൂജ നടത്തുകയാണ്. അത് ശ്രീ ഭഗവാൻ മഹാദേവന് തന്നെയാണ് എന്ന് സ്ഥാപിക്കുകയാണ് മഹാവിഷ്ണു. അതുകൊണ്ട് പൂജയായിട്ട് നൽകുന്നതാണെന്ന് കരുതിയിട്ട് ഈ ഹാലാഹല വിഷത്തെ അങ്ങ് സ്വീകരിക്കണം. ഗൃഹാണ ഇതം വിഷം, അല്ലയോ പ്രഭോ, പ്രഭോ എന്ന് വെച്ചാൽ എല്ലാ കഴിവുകളും ഉള്ളവനെ, എല്ലാ ദിക്കിലും വ്യാപിച്ചു നിൽക്കുന്നവനെ, ഈ വിഷമൊന്നും അങ്ങയുടെ മുമ്പിൽ ഒന്നുമല്ല, അതാണ് പ്രഭോ എന്നുള്ള ആ ഒരു സംബോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങക്ക് എല്ലാം താങ്ങാനുള്ള ശക്തിയുണ്ട്, ഈ വിഷമൊന്നും അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല, അതുകൊണ്ട് ഇതൊരു പൂജയായിട്ട്, അഗ്രപൂജയായിട്ട് അങ്ങ് സ്വീകരിക്കണം എന്ന് പറയാണ്. എന്നിട്ട് 25-ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യുക്ത്വാ ച സുരശ്രേഷ്ഠസ്തത്രൈവാന്തരധീയത ദേവതാനാം ഭയം ദൃഷ്ട്വാ ശ്രുത്വാ വാക്യം തുഷാർഗിണ. 26 കൂടി നോക്കാം. ഹാലാഹലം വിഷം ഘോരം സഞ്ജഗ്രാഹാമൃതോപമം ദേവാൻ വിസൃജ്യ ദേവേശോ ജഗാമ ഭഗവാൻ ഹര. ഇത്യുക്ത്വാ, ഇപ്രകാരം ശ്രീപരമേശ്വരനോട് പറഞ്ഞിട്ട്, സുരശ്രേഷ്ഠ, ദേവന്മാരുടെ അധിപതിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു, തത്ര ഏവ അന്തരധീയത, അവിടെ തന്നെ കാണാനില്ലാതെയായി മറഞ്ഞുപോയി.
അതായത് ശ്രീപരമേശ്വരനോട് ഈ ഹാലാഹല വിഷം സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഭഗവാൻ മഹാവിഷ്ണു അവിടെ നിന്ന് മറഞ്ഞു പോവാണ് ഉണ്ടായത്. ആ സമയത്ത് ഇനി തങ്ങൾക്ക് ആരുമില്ല എന്ന രീതിയിൽ ദേവന്മാരുടെയൊക്കെ ആ ഭയം കണ്ടിട്ട്, ദേവതാനാം ഭയം ദൃഷ്ടുവ, അവിടെ കൂടി നിൽക്കുന്ന, അതായത് ഈ മഥനത്തിലൊക്കെ പങ്കുകൊണ്ട് നിൽക്കുന്നവരായിട്ടുള്ള ദേവന്മാരുടെ ഭയം കണ്ടിട്ട്, അതുപോലെ തന്നെ ശാർഗിണഹ വാക്യം ശ്രുത്വാച്ച, ശാർഗി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ കേൾക്കുകയും കൂടി ചെയ്തതുകൊണ്ട് ദേവന്മാരുടെ പേടിയും അതുപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാക്കുകളും കാരണമായിട്ട് ശ്രീപരമേശ്വരൻ എന്ത് ചെയ്തു? ഘോരം ഹാലാഹലം വിഷം അമൃതോപമം സഞ്ജഗ്രാഹ, ഏറ്റവും ഘോരമായിട്ടുള്ള, ലോകത്തെ മുഴുവനും നശിപ്പിക്കാൻ ശക്തമായിട്ടുള്ള ആ ഹാലാഹലം എന്നു പേരുള്ള വിഷം അമൃതിനെ എന്ന പോലെ സ്വീകരിച്ചു. അമൃത് കഴിക്കുകയാണല്ലോ ചെയ്യുക, അതുപോലെ തന്നെ ശ്രീപരമേശ്വരനും അതെടുത്ത് പാനം ചെയ്തു. ആ വിഷം കഴിച്ചു, ഭുജിച്ചു എന്നർത്ഥം. എന്നിട്ട് ദേവാൻ വിസൃജ്യ ദേവേശ ജഗാമ, ഭഗവാൻ ഹരഹ ദേവേശ, ഈ ദേവന്മാരുടെ മുഴുവനും അധിപതിയായിട്ടുള്ള മുൻപനായിട്ടുള്ള ശ്രീപരമേശ്വരൻ അതിനുശേഷം അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ആദ്യം ഭഗവാൻ മഹാവിഷ്ണു നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അപ്രത്യക്ഷനായി. അതുപോലെ ഈ വിഷം കഴിക്കൽ കഴിഞ്ഞപ്പോൾ ശ്രീപരമേശ്വരനും അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അതിനുശേഷം 27ാമത്തെ ശ്ലോകം നോക്കാം. തതോ ദേവാസുരാ സർവേ മമന്ധൂരഘുനന്ദന പ്രവിവേശാഥ പാതാളം മന്ധാനഃ പർവതോത്തമ. തതഃ അതിനുശേഷം, അപ്പോൾ ഹാലാഹലുണ്ടായി, അത് ഭഗവാൻ ശ്രീപരമേശ്വരൻ പാനം ചെയ്തു. പിന്നെയും ഇവരെ അമൃത് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, ഈ സത്ത കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പാലാഴി കടയണത്. അവർ വീണ്ടും കടയാൻ തുടങ്ങി. അങ്ങനെ ദേവാസുരാ സർവേ ദേവാസുരാഹ മമന്ധു, ഈ പാലാഴി കടയാൻ തുടങ്ങി. രഘുനന്ദന എന്ന സംബോധനയാണ് ശ്രീരാമനെ വിളിക്കുന്നത് കൊണ്ടാണ് മമന്ധു എന്നുള്ളത് അവിടെ ദീർഘമായിട്ട് ഭവിച്ചത്. മമന്ധു രഘുനന്ദന, രോരി എന്നുള്ള സൂത്രം. ഈ പ്രയോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അവിടെ മമന്ധു എന്നുള്ള ദിക്കിലെ ഉകാരവും വിസർഗവും അപ്പുറത്ത് രഘുനന്ദന എന്ന് വരുമ്പോൾ അതുകൂടി ചേർന്നിട്ടാണ് ഊ എന്നായിട്ട് ഭവിക്കണത്. മമന്ധു. അവർ വീണ്ടും ആ പർവ്വതം, മന്ദര പർവ്വതം എടുത്തിട്ട് മഥനം ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ പർവ്വതം എന്ത് ചെയ്തു? മന്ധാനഹ പർവ്വതോത്തമഹ, കടകോലായിട്ട് വർത്തിക്കുന്നവനായ ആ പർവ്വതോത്തമൻ മന്ദരപർവ്വതം പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? അഥാ പാതാളം പ്രവിവേശ, അതിങ്ങനെ വലിക്കണതിൻ്റെ ശക്തി കൊണ്ട് താഴ്ന്ന് പാതാള ലോകത്തിലേക്ക് എത്താൻ തുടങ്ങി. അവിടേക്കൊന്നും പോവരുതല്ലോ, ഈ കടലിൽ കിടന്ന് വട്ടം കറങ്ങിയിട്ട് അതിൻ്റെ സത്ത് കിട്ടുകയാണല്ലോ വേണ്ടത്. പർവ്വതം ഇങ്ങനെ താഴ്ന്നു പോകാൻ തുടങ്ങിയാൽ പാതാളത്തിലോ അവിടെയൊക്കെ പോയിട്ട് തറച്ചു നിൽക്കും. പിന്നെ കടയാനും പറ്റില്ല, അമൃതം കിട്ടില്ല. അപ്പോൾ വീണ്ടും ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ പേടിയായി. അതാണ് പാതാളം പ്രവിവേശ, പാതാള ലോകത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ എന്ത് ചെയ്തു ദേവന്മാര്? തതോ ദേവാസ്തഗന്ധർവാസ്തുഷ്ടുവർമധുസൂദനം ത്വം ഗതി സർവഭൂതാനാം വിശേഷേണ ദിവൗകസാം പാലയാസ്മാൻ മഹാബാഹോ ഗിരിമുദ്ധർത്തുമർഹസി. ഇത് 29ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി കൂടി ചേർത്തിട്ടാണ് ചൊല്ലിയത്. അങ്ങനെ പാതാള ലോകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ, മന്ദരപർവ്വതം താഴ്ന്നു പോവാൻ തുടങ്ങിയപ്പോൾ, ദേവാഹ സഗന്ധർവാഹ, ദേവന്മാരോടുകൂടിയ ഗന്ധർവന്മാര് അല്ലെങ്കിൽ ഗന്ധർവന്മാരോട് കൂടിയിട്ടുള്ള ദേവന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മധുസൂദനം തുഷ്ടുവു, മധുസൂദനനെ, ഭഗവാൻ മഹാവിഷ്ണുവിനെ വീണ്ടും സ്തുതിക്കാൻ തുടങ്ങി. അതായത് ഹാലാഹലത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ വീണ്ടും പാലാഴി കടയാൻ തുടങ്ങി. കടഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ മന്ദരപർവ്വതം താഴ്ന്നു പോയി തുടങ്ങി, കടയാൻ പറ്റാതെയായി തുടങ്ങി. ഇവരെല്ലാവരും കൂടി വീണ്ടും ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ്. എന്താ പറയണത്? ത്വം ഗതി സർവഭൂതാനാം, ഈ പ്രപഞ്ചത്തിൽ ജനിച്ചവർക്കൊക്കെ, ഉണ്ടായവയ്ക്കൊക്കെ തന്നെ, അത് മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, ഇനി അതൊന്നുമല്ല, ഈ പാറക്കെട്ടുകളോ ആകാശമോ മേഘമോ ഇവയ്ക്കൊക്കെ അങ്ങ് മാത്രമേ ഗതിയുള്ളൂ ഭഗവാനെ മധുസൂദന. അതുകൊണ്ട് അങ്ങ് വരണം. മാത്രമല്ല, പ്രത്യേകിച്ച് വിശേഷേണ ദിവൗകസാം, ദേവന്മാരുടെ കാര്യത്തിൽ അങ്ങേക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങ്
ഇവിടെ ഞങ്ങൾക്ക് അനുഗ്രഹം തരണം, ഇടപെടുക തന്നെ വേണം, ഈ പർവ്വതത്തിനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരണം, ഞങ്ങളുടെ മഥനം ശരിക്ക് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പാലയ അസ്മാൻ മഹാബാഹോ, അല്ലയോ മഹാബാഹോ അസ്മാൻ പാലയ, അല്ലയോ ഭഗവാനെ മഹാവിഷ്ണു, അങ്ങ് മഹാബാഹു ആണല്ലോ, കൈകളുടെയൊക്കെ ഒരു ശക്തി വർണ്ണിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അങ്ങനെയുള്ള അങ്ങ് എന്ത് ചെയ്യണം? അസ്മാൻ പാലയ, ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണേ. ഗിരിം ഉദ്ധർത്തും അർഹസി, ഈ പർവ്വതത്തിനെ പൊക്കിക്കൊണ്ടുവരാൻ അങ്ങ് സഹായിക്കണം. അതുകൊണ്ടാണ് അങ്ങൊന്ന് വിചാരിച്ചാൽ അങ്ങയുടെ ഈ കയ്യിൻ്റെ ഒരു വിരലിൻ്റെ ശക്തി പോലും വേണ്ട പർവ്വതം ഉദ്ധരിച്ചു കൊണ്ടുവരാൻ. അങ്ങ് മഹാബാഹുവാണ്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേവന്മാരെല്ലാവരും ഗന്ധർവന്മാരെല്ലാവരും കൂടി ചേർന്ന് സ്തുതിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് എന്താണ്ടാവണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഉവാചൈനം സ്മിതം കൃത്വാ രുദ്രം ശൂലധരം ഹരി ദേവതൈർമധ്യമാനേതു യത്പൂർവം സമുപസ്ഥിതം തത്വദീയം സുരശ്രേഷ്ഠ സുരാണാമഗ്രതോ ഹി യത് അഗ്രപൂജാമിഹ സ്ഥിത്വാ ഗൃഹാണേദം വിഷം പ്രഭോ ഇത്യുക്ത്വാ ച സുരശ്രേഷ്ഠസ്തത്രൈവന്തരധീയത ദേവതാനാം ഭയം ദൃഷ്ട്വാ ശ്രുത്വാ വാക്യം തുഷാർഗിണ ഹാലാഹലം വിഷം ഘോരം സഞ്ജഗ്രാഹാമൃതോപമം ദേവാൻ വിസൃജ്യ ദേവേശോ ജഗാമ ഭഗവാൻ ഹര തതോ ദേവാസുരാः സർവേ മമന്ധൂരഘുനന്ദന പ്രവിവേശാഥ പാതാളം മന്ധാനഃ പർവതോത്തമ തതോ ദേവാസ്സ ഗന്ധർവാസ്തുഷ്ടുവർമധുസൂദനം ത്വം ഗതി സർവഭൂതാനാം വിശേഷേണ ദിവൗകസാം പാലയാസ്മാൻ മഹാബാഹോ ഗിരിമുദ്ധർത്തുമർഹസി. ഭഗവാൻ എങ്ങനെയാണ് അവിടെ വരം നൽകുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.